തൃശൂർ ജില്ലയിൽ നെല്ല് സംഭരണ കുടിശ്ശിക ഇനിയും ലഭിക്കാത്തതിനാൽ കർഷകർ പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം കുടിശ്ശിക പൂർണ്ണമായും ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ജില്ലാ കോൾ കർഷക സംഘത്തിന്റെ തീരുമാനം. തൃശൂർ ജില്ലയിൽ നിന്ന് 98,857 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. കോൾ കർഷകർ നടത്തിയ സമരത്തിന്റെ ഫലമായി 163 കോടി രൂപ നെല്ല് സംഭരണ തുകയായി സർക്കാർ നൽകി. ഇനി 40% പേർക്ക് കൂടി തുക നൽകാൻ ബാക്കിയുണ്ട്. 126 കോടി രൂപ മെയ് മാസത്തിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ അടുത്ത മാസം മുതൽ സമരം ശക്തമാക്കാനാണ് കോൾ കർഷക സംഘത്തിന്റെ തീരുമാനം. നെല്ല് വില കിട്ടാത്തതിനാൽ പലരുടെയും വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. നെല്ല് സംഭരിച്ചതിന്റെ പാടി റസീറ്റ് സ്ലിപ്പ് നൽകുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടിൽ പണം ലഭിക്കുന്നതായിരുന്നു രീതി. എന്നാൽ ഈ വർഷം ഈ ഉത്തരവ് ഇറങ്ങിയില്ല. കേന്ദ്ര സംസ്ഥാന വിഹിതം ഉൾപ്പെടുത്തി 28.20 രൂപയ്ക്കാണ് നെല്ല് സംഭരിക്കുന്നത്. 2 തവണയായി കേന്ദ്ര വിഹിതം വർദ്ധിപ്പിച്ചുവെങ്കിലും അതേ നിലയിൽ സംസ്ഥാന വിഹിതം കൂട്ടിയില്ലെന്ന് മാത്രമല്ല, കുറയ്ക്കുകയും ചെയ്തതോടെ വർധനയുടെ ആനുകൂല്യം കർഷകർക്ക് ലഭിച്ചില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സപ്ലൈകോക്ക് നൽകുന്ന തുക കുടിശ്ശികയാണ്. ഇതാണ് തങ്ങളെയും ബാധിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് പലതവണ ആനുപാതികമായി കൃഷി ചെലവിന്റെ തോത് കണക്കാക്കിക്കൊണ്ട് ചില വർധനവുകളൊക്കെ തന്നെ നെല്ലിന്റെ വിലയിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 2 വർഷക്കാലമായി നിലവിലുണ്ടായിരുന്ന ഇൻസെന്റീവ് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് പകരം അത് കൃഷി വിട്ട് പോകുന്ന ഇതിനുള്ള ഒരു പ്രേരകമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും സംഭരിച്ച നെല്ലിന്റെ വില കിട്ടുന്ന വിഷയത്തിൽ ശക്തമായ സമര പരിപാടികൾ തുടർന്നു പോകാനാണ് ജില്ലാ കോൾ കർഷക സംഘം തീരുമാനിച്ചിട്ടുള്ളത്. 3 മാസത്തിലധികമായി കുടിശ്ശികയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് കർഷകർ. നെല്ല് സംഭരിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ പണം നൽകാനുള്ള സംവിധാനം ഭാവിയിൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.